ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇന്നലെയാണ് ഗബ്രി എവിക്ഷനിൽ പുറത്തായത്. അതിനുശേഷം ഗബ്രി മാധ്യമങ്ങളോട് സംസാരിച്ചു. ഗബ്രി പറഞ്ഞത് ഇങ്ങനെ: താൻ ബിഗ് ബോസിൽ മത്സരിച്ചത് കപ്പ് നേടാനോ 50 ലക്ഷം രൂപ നേടാനോ വേണ്ടിയല്ല, മറിച്ച് 100 ദിവസം ഗെയിം കളിച്ച് നിൽക്കുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. മത്സരബുദ്ധിയോടുകൂടെയാണ് താൻ കയറിയിരുന്നത് എങ്കിൽ അത്ര പ്രഷറോട് കൂടിയായിരിക്കും താൻ കളിക്കുക. അതേസമയം ബിഗ് ബോസ് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. യഥാർത്ഥത്തിലുള്ള പ്രഷർ കുക്കർ തന്നെയാണ് ബിഗ് ബോസ് എന്ന് താരം പറയുന്നു. ജാസ്മിനെ കുറിച്ച് ഗബ്രിയോട് മാധ്യമക്കാർ ചോദിച്ചപ്പോൾ ഗബ്രി മറുപടി പറയുന്നത് ഇങ്ങനെ: ജാസ്മിനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പ്രേക്ഷകരോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സൗഹൃദത്തിനും അപ്പുറമുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതിനെന്ത് പേരിടണമെന്ന് എനിക്കിതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നാണ് ഗബ്രി പറയുന്നത്. എനിക്ക് റിലേഷനിൽ ക്ലാരിറ്റി ഇല്ല എന്നത് വ്യക്തമാക്കി തന്നത് സൈക്കോളജിസ്റ്റാണ്. എനിക്ക് അവിടെ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ വന്നിരുന്നു. പാനിക് അറ്റാക്ക് സ്റ്റേജിലെത്തിയിരുന്നു. 13 തവണയാണ് എനിക്കവിടെ പാനിക് അറ്റാക്ക് വന്നത്. അവിടെ അങ്ങനെ വളരെ മോശം അവസ്ഥയിലായിരുന്നു ഞാൻ എന്ന് ഗബ്രി പറയുന്നു. ജീവിതത്തിൽ പല കാര്യത്തിലും ക്ലാരിറ്റി ഉള്ളവരല്ല നമ്മൾ എന്ന് സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. ഗബ്രിക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ അതുതന്നെയാണ് ഗബ്രിയുടെ ക്ലാരിറ്റി എന്ന് ഡോക്ടർ ഗബ്രിയോട് പറഞ്ഞു. ആദ്യ 2 ആഴ്ച ഞങ്ങൾ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഒരു കോർണറിങ് പ്രോബ്ലം വന്നു. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡീപ്പായത് എന്ന് ഗബ്രി കൂട്ടിച്ചേർത്തു. ജാസ്മിൻ ഒരു ബ്രില്യൻ പ്ലെയറാണ്. ആരോട് എങ്ങനെ ഏറ്റുമുട്ടണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും ഏറ്റുമുട്ടാൻ മടിച്ചിരുന്ന റോക്കിയോട് പോലും ഏറ്റുമുട്ടി പിടിച്ചു നിന്നവളാണ് ജാസ്മിൻ. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ജാസ്മിൻ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. അതിലൊരു ലവ് ട്രാക്കോ ലവ് എലമെൻറ്റോ ഇല്ല എന്നത് ഗബ്രി കൂട്ടിച്ചേർത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്